വയനാട് വീണ്ടും ശക്തമായ ഒരു തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. എന്നാൽ വയനാട് കോൺഗ്രസിൽ വീണ്ടും കലാപം രൂപപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ നീറിപ്പുകഞ്ഞിരുന്ന ഗ്രൂപ്പ് പോരും തർക്കങ്ങളുമാണ് പൊട്ടിത്തെറിയിലേക്ക് എത്തിയത്. DCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് KPCC അംഗം KK വിശ്വനാഥൻ UDF വയനാട് ജില്ലാ കൺവീനർ സ്ഥാനം രാജിവെച്ചിരുന്നു. കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന KK രാമചന്ദ്രന്റെ സഹോദരനാണ് അദ്ദേഹം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ രാജി. KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരാണ് ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കുന്നത്. DCC പ്രസിഡന്റിനെ നിഴലിൽ നിർത്തി സിദ്ദിഖ് കാര്യങ്ങൾ നിർവഹിക്കുകയാണെന്ന ആക്ഷേപവും അതേസമയം തന്നെ ശക്തമാണ്. എന്നാൽ അതേസമയം ചൊവ്വാഴ്ച കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം. DCC പ്രസിഡന്റ് എല്ലാ പരിപാടികൾക്കും വിലങ്ങുതടിയായി നിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. DCC പ്രസിഡന്റ് ND അപ്പച്ചനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷമായിരുന്നു അദ്ദേഹം രാജിവെച്ചത്. UDF മെമ്പർമാരെ പോലും ഫോണിൽ വിളിക്കാൻ അനുവാദമില്ലെന്നും DCC പ്രസിഡന്റ് ഉപജാപക സംഘവുമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും രാജിവിവരം അറിയിച്ചു പുറത്തിറക്കിയ കുറിപ്പിൽ ആരോപിക്കുന്നു. മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനകളിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ I വിഭാഗക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിയെന്ന് വിശ്വനാഥൻ വ്യക്തമാക്കി. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഗ്രൂപ്പ് പ്രവർത്തനമാണ്. KPCCയുടെ മാനദണ്ഡങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിയാണ് പുനഃസംഘടന നടത്തുന്നത്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ ഒഴിവാക്കി പഴയ DIC-കാരെയും A വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെയും ചേർത്തുപിടിച്ചാണ് ജില്ലയിൽ ഗ്രൂപ്പ് പ്രവർത്തനം. സംസ്ഥാന നേതൃത്വം അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രവർത്തകർ പാർട്ടി വിട്ടു പോകുമെന്നും വിശ്വനാഥൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പലയിടത്തും ഭാരവാഹിക കോൺഗ്രസ് അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറഞ്ഞത് ഇതിന്റെ ഭാഗമാണ്. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ല എന്നും വിശ്വനാഥൻ ആരോപിക്കുന്നു. ജില്ലയിൽ DCC പ്രസിഡന്റും മറ്റു നേതാക്കളും തമ്മിൽ ഇടക്കാലത്ത് ഏറ്റുമുട്ടൽ രൂക്ഷമായിരുന്നു. മുൻ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA ND അപ്പച്ചനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്നത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. തുടർന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുൾപ്പെടെയുള്ളവർ എത്തിയാണ് ഈ പ്രശ്നം തണുപ്പിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പ്രശ്നം ഒതുക്കി തീർത്തത്. അതേസമയം വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനത്തിന് AICC ഭാരവാഹികളായ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷനായ K സുധാകരൻ എന്നിവർ വയനാട്ടിൽ എത്താനിരിക്കെയാണ് വിശ്വനാഥന്റെ രാജിയെന്നതും ശ്രദ്ധേയമാണ്. ജില്ലയിൽ കോൺഗ്രസ് തകർന്നു എന്ന ആരോപണം ശക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് 53,000-ഓളം വോട്ട് കുറഞ്ഞിരുന്നു. ഒട്ടേറെ കോൺഗ്രസ് കുടുംബങ്ങൾ വോട്ട് ചെയ്യാതെ മാറി നിന്നു. ജില്ലയിലെ 576 ബൂത്ത് കമ്മിറ്റികളിൽ 200 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. മണ്ഡലം കമ്മിറ്റികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 2000-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 25,000 വോട്ടുകൾക്ക് ജയിച്ച അപ്പച്ചൻ പിന്നീട് DIC-യിലേക്ക് പോയി. വീണ്ടും UDF-ലെത്തി മത്സരിച്ചപ്പോൾ 26,500 വോട്ടുകൾക്ക് ബത്തേരിയിൽ പരാജയപ്പെടുകയുണ്ടായി. കോൺഗ്രസുകാർ അദ്ദേഹത്തിന് എതിരാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. DIC ഉണ്ടാക്കി കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ KK രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ളവരാണ് പാർട്ടിയെ സംരക്ഷിച്ചത്. എന്നാൽ ഇന്ന് വരെ അവഗണിക്കുകയാണ്. തന്നെ ഡൽഹിയിൽ നിന്ന് നോമിനേറ്റ് ചെയ്തതാണെന്നും വയനാട്ടിൽ ആരോടും കടപ്പാടില്ലെന്നുമാണ് അപ്പച്ചന്റെ നിലപാട് എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തുതന്നെയാണെങ്കിലും വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ രൂപപ്പെടുന്നത് തീർച്ചയായും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതികൂലമായ അവസ്ഥ ഉണ്ടാക്കുന്നതാണ്.